റഹ്മ, കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ الذുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്കത് വിശദീകരിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, അല്ലാഹു നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരികയാണ്. മനസ്സ് പൊട്ടിയിട്ട് അവരുടേതായ ഏതെങ്കിലും മനസ്സ് വിഷമിപ്പിക്കുന്ന നിലക്കുള്ള ഒരു സ്വഭാവം പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്ന് ആകത്തുക. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവഗണനയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മാതാപിതാക്കൾ പേറുന്ന ദുരന്തം. അവരുടെ മനസ്സിലെ വേവലാതിയതാണ്. മക്കൾ തങ്ങളെ പരിഗണിക്കുന്നില്ല, മക്കൾക്ക് ഞങ്ങളൊരു ഭാരമാണ് എന്ന് തോന്നുന്നൊരവസ്ഥ. അതിനുവേണ്ടി അതനുസരിച്ചുള്ള പ്രവർത്തനം തന്നെ ഇന്ന് മക്കളും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന 10,000-കണക്കിന് രൂപകളോ 1000-കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളോ മറ്റേതെങ്കിലും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോ അല്ല. അതിനേക്കാൾ അപ്പുറം അവർ നോക്കുന്നത് എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ, എന്റെ മകൾ എന്നെ പരിഗണിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് അവർ പ്രത്യേകമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോ നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടി വിചാരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണ് കാര്യം മനസ്സിലാകാൻ വേണ്ടി. ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിച്ചു, ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ നമ്മളൊരു വസ്തു വാങ്ങാൻ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ഒരു സ്ഥലമെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ആ ഉദ്ദേശിച്ച അവസരത്തിൽ നമ്മൾ നമ്മളുടേതായ മറ്റു ചങ്ങാതിമാരോടും ബന്ധുക്കളോടും ഭാര്യയുടെ കുടുംബങ്ങളോടും അതുപോലെ തന്നെ മറ്റുള്ള പലരോടുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മുശാവറ നടത്തുന്നു. ഇതിനു വേണ്ട നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എങ്ങനെയോ ഉമ്മ ഈ വാർത്ത അറിയുന്നു, എങ്ങനെയോ ഉപ്പ ഈ വാർത്ത അറിയുന്നു. നമ്മുടെ മകനൊരു വീടുണ്ടാക്കാൻ പോകുന്നു, അവൻ പ്ലാനൊക്കെ വരച്ചിട്ട് എഞ്ചിനീയറെ കാണാൻ നടപ്പാണ്. അതല്ലെങ്കിൽ നമ്മുടെ മകൻ വീടിന് വേണ്ടി ഒരു പറമ്പ് വാങ്ങാൻ, ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ ഉമ്മയും ഉപ്പയും അറിയുന്നത് അയൽവാസികളിൽ നിന്നാണെങ്കിലോ മറ്റുള്ള ആളുകളിൽ നിന്നാണെങ്കിലോ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിനുണ്ടാകുന്ന വേദന എത്രയാണ്, അവരുടെ മനസ്സിനുണ്ടാകുന്ന വിഷമം എത്രയാണ്. അവരെ പരിഗണിച്ചില്ല എന്നല്ലേ അവർക്ക് തോന്നുന്നത്. വളർത്തിയുണ്ടാക്കിയ മകൻ വളർന്നു വലുതായപ്പോ ഇപ്പവന് നമ്മൾ വേണ്ട, നമ്മളോട് കൂടി ആലോചിക്കുന്നില്ല, നമ്മൾ അവനിപ്പോൾ ഒരു ഭാരമാണ്, നമ്മൾക്ക് ഒരു കാര്യത്തിനും അവൻ പരിഗണിക്കുന്നില്ല, അവനിപ്പോൾ മറ്റു പലരുമാണ് നമ്മളെക്കാൾ ഏറ്റവും വലുത് എന്നൊക്കെ ചിന്തിക്കുന്ന പ്രായമായ ഉമ്മയും ഉപ്പയും ആ മനസ്സിനുണ്ടാകുന്ന വേദന, ആ മനസ്സിനുണ്ടാകുന്ന വേദന കഴുകിക്കളയാൻ ഒരു 10,000-ന്റെ കെട്ട് നമ്മൾ അവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടത് കൊണ്ട് ആ മനസ്സിന്റെ വേദന മാറുകയില്ല. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, നാം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഉപ്പയോട് പറയുന്നു അല്ലെങ്കിൽ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഞാനിങ്ങനെ ഒരു കാര്യം സ്ഥലമെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, എന്താ ഉപ്പയുടെ അഭിപ്രായം, അതിന് ഇത്രയാണ് വില പറയുന്നത്, വില കൂടുതലാണോ ഉപ്പ കുറവാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അവരുമായി ഒരു മുശാവറ നടത്തിയിട്ട് ഇനി സ്ഥലം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുകയാണെങ്കിൽ ഉപ്പയുടെ കയ്യിൽ അഡ്വാൻസ് കൊടുത്തിട്ട് ഉപ്പയോട് പറയുന്നു, നിങ്ങൾ ഈ അഡ്വാൻസ് കൊടുക്കണം, ഉപ്പാന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതല്ലെങ്കിൽ എന്റെ പൊന്നു ഉമ്മ കൊടുക്കണം, എന്റെ ഉമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോ ആ ഉമ്മക്കും ഉപ്പക്കും നമ്മുടെ അഡ്വാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും എന്താ കാര്യം, അവർക്ക് വല്ല നോട്ടും കിട്ടുന്നുണ്ടോ, അവർക്കതുകൊണ്ട് വല്ല ഗുണവും കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ എങ്കിലും നാം നൽകുന്ന 1000-കണക്കിന് ദിർഹമുകളേക്കാൾ അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു പെരുമാറ്റമാണത്. എന്റെ മകൻ എന്നെ പരിഗണിച്ചല്ലോ, എന്റെ മകൾ എന്നെ പരിഗണിച്ചല്ലോ. നാം അവർക്ക് ഒരുപാട് നൽകുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കൂട്ടിക്കടിപ്പിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ മുശാവറ നടത്തുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ പ്രായമെത്തുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് വേദനിക്കുകയില്ല. അതാണ് മുശാവറ നടത്തണമെന്ന് പറയുന്നതിന്റെ തത്വമാണ്.
എന്തിനാ ഇസ്ലാം മുശാവറ നടത്താൻ പറയുന്നത്? മുശാവറ നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന അഭിപ്രായം കേൾക്കാനാണോ? എല്ലാവരോടും മുശാവറ നടത്തണം, കഴിയുന്നത്ര ഒരു കാര്യത്തിന് മുശാവറ നടത്തണം എന്ന് പറയുന്നത് എന്തിനാണ്? മുശാവറ നടത്തുമ്പോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനാ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ വീടുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ 10 ആളോട് മുശാവറ നടത്തിയാൽ നിങ്ങൾ 11 വീടുണ്ടാക്കേണ്ടി വരും. കാരണം 10 ആൾക്ക് 11 അഭിപ്രായം ഉണ്ടാവുക. അപ്പൊ ഇസ്ലാം ഒരിക്കലും മുശാവറ നടത്തുമ്പോ ഒരാളോട് കൂടിയാലോചിച്ച് അയാൾ പറഞ്ഞതൊക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പൊ ഉമ്മയോടും ഉപ്പയോടൊക്കെ മുശാവറ നടത്തുമ്പോ ചിലപ്പോ ഉമ്മാക്ക് അതിനെപ്പറ്റി വീറുണ്ടാവില്ല, ഉപ്പാക്ക് അതിനെപ്പറ്റി വീറുണ്ടാവില്ല, അവർ പറഞ്ഞതൊക്കെ എടുത്തോളണമെന്നില്ല. പക്ഷേ അവർക്കൊരു മുന്തിയ പരിഗണന, അവരോടൊരു കൂടിയാലോചന, അവരോടൊരു സംസാരം, അവരെ അതിലേക്കൊന്ന് ബന്ധപ്പെടുത്തൽ, അവരാണ് എല്ലാം ചെയ്യുന്നതെന്നവരെ തോന്നിപ്പിക്കൽ, അവരാണ് ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത് എന്ന തോന്നൽ അവർക്കിടയിൽ ഉണ്ടാക്കൽ. എന്റെ മകൻ എത്ര വലുതായിട്ടുണ്ടെങ്കിലും, എന്റെ മകൾ എത്ര വലുതായിട്ടുണ്ടെങ്കിലും അവൾക്കിപ്പോൾ ഞാൻ തന്നെയാണ് വലുത്, അവനിപ്പോൾ ഞങ്ങൾ തന്നെയാണ് വലുത് എന്നൊരു തോന്നൽ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥ സത്യവിശ്വാസികളായ മക്കൾ ചെയ്യേണ്ടത്. അതാണ് അവരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത്. ആ നിലക്കുള്ള പെരുമാറ്റമാണ് ഇസ്ലാം നമ്മളോട് കൃത്യമായി തന്നെ പറയുന്നതെങ്കിൽ, ഛേ എന്നൊരു വാക്കുപോലും പറയരുതെന്നാണ് ഇസ്ലാം പറയുന്നതെങ്കിൽ, ഇന്നത്തെ മക്കളോ, ഇന്നത്തെ കാലഘട്ടം എന്താണ്? മാതാപിതാക്കളോട് മക്കള് പറയുന്ന സംസാര ശൈലി എന്താണ്? സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ പണം കിട്ടാൻ വേണ്ടി നടീനടന്മാർ നടിച്ചു തീർക്കുന്ന, അല്ലെങ്കിൽ അഭിനയിച്ചാടി തിമർക്കുന്ന ചില ഡയലോഗുകളുണ്ട്. അവിടെ അച്ഛനും അമ്മയുമായി അഭിനയിക്കുന്ന ചില ആളുകൾ, ഉമ്മയും മകനുമായി അഭിനയിക്കുന്ന ആളുകൾ, മകനും ബാപ്പയുമായി അഭിനയിക്കുന്ന നടീനടന്മാർ. അത് ജീവിതമല്ലല്ലോ. അവിടെ വെറും നാട്യമാണ്, വെറും അഭിനയമാണ്, പണത്തിനു വേണ്ടിയുള്ള കാപട്യമുള്ള നാട്യമാണത്. എന്നിട്ട് അവിടെ സ്വന്തം മകൻ തന്റെ അഭിനയരംഗത്തുള്ള തന്റെ ഈ മറ്റേ പിതാവിനോട് നടത്തുന്ന ഡയലോഗുകൾ പച്ചയായി തന്നെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മളോട് പ്രയോഗിച്ചാലോ? അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരുമിച്ചിരുന്ന് സിനിമകളും സീരിയലുകളും കണ്ട് ആസ്വദിക്കുമ്പോ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാര് ആ പിതാക്കളോട് പറയുന്ന മോശപ്പെട്ട സംസാരങ്ങൾ, വൃത്തികെട്ട സംസാരങ്ങൾ, ആ നിലക്ക് ഛേ എന്ന് പറയരുതെന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ പോലും തന്തയുടെയും തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് അറപ്പിന്റെയും വെറുപ്പിന്റെയും വാക്കുകളല്ലേ മഹാഭൂരിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ?